പിതൃദോഷം പൂർവികരുടെ പാതയിലൂടെ പിൻതലമുറയിലേക്ക്. നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലം കടന്നുപോയാലും അടയാളങ്ങൾ വിട്ടുപോകാത്ത ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത്. രക്തബന്ധം മാത്രമല്ല, കർമ്മബന്ധത്തെയും നമുക്ക് ഇത്തരത്തിൽ ഉൾപ്പെടുത്താം. ഇത് ഋഷിപ്രോക്തം, ഋഷിമാരാൽ പ്രോക്തമായത്. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഒരുപാട് പേർ ഭയത്തോടെ പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥമാണ് പിതൃദോഷം. പിതൃദോഷം എന്താണ്? വളരെ നാളുകളായിട്ടുള്ള പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൂർവികർ ചെയ്ത സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ നമ്മുടെ തലമുറയും അനുഭവിക്കുന്നു. ഇത് ശാപമല്ല, ദൈവകോപമല്ല, കൈമാറി വന്ന പാരമ്പര്യത്തിന്റെ അവകാശമാണ്, കർമ്മത്തിന്റെ പാരമ്പര്യം എന്ന് പറയാം. ഇത് നമ്മളുടെ പൂർവ്വജന്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും ദുഷിക്കാൻ പാടില്ല. നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള കർമ്മഫലമായിട്ട് ഈ ജന്മത്തിലെ പൂർവികരുടെ അനുഭവങ്ങളിലേക്ക്, തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളുടെ ജീനുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് വെറും വിശ്വാസമല്ല, ഇന്നത്തെ ശാസ്ത്രം പോലും ഇത് സമ്മതിച്ചിട്ടുണ്ട്. ചെടികളിൽ പോലും അന്തരീക്ഷ വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. നല്ല വിത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ചെടികൾ കിട്ടുന്നു, നല്ല ഫലങ്ങൾ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ കുട്ടിക്കാലത്ത് അനുഭവിച്ച നല്ല അനുഭവങ്ങളും നല്ല പ്രവർത്തികളും ഒക്കെ അവരുടെ ജീനുകളെ മെച്ചപ്പെടുത്തുന്നു. ആ ജീനുകളൊക്കെ സ്വീകരിക്കുന്ന തലമുറയും അതിന്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നു. മറിച്ചായാൽ അതും വിധിയാണ്. ഒരുപാട് അനീതികളും ദുരനുഭവങ്ങളും കണ്ടവരുടെ പിൻതലമുറകളിലും പല രൂപങ്ങളിൽ അവയുടെ പ്രതിഫലനങ്ങൾ കാണാം. മാനസിക സംഘർഷങ്ങൾ, ബന്ധങ്ങളിൽ തടസ്സങ്ങൾ, ജീവിതത്തിൽ ആവർത്തിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം കർമ്മത്തിന്റെ സൂക്ഷ്മ അടയാളങ്ങളാണ്. നിങ്ങളുടെ ജാതകവും DNA-യും പരസ്പരം ബന്ധപ്പെട്ട് തന്നെ കിടക്കുകയാണ്. ഇതെല്ലാം തന്നെ വൈദിക ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജാതകത്തിലൂടെ കണ്ടെത്താം. പ്രത്യേകിച്ച് 2, 4, 5, 9 ഭാവങ്ങൾ പരിശോധിക്കുന്ന പക്ഷം ഈ ഭാവങ്ങൾ, ഭാവാധിപന്മാർ, അവരുടെ സ്ഥിതികൾ, ഇതെല്ലാം ചേർന്ന് ഒരു മനുഷ്യന്റെ ലൈഫ് മാപ്പ് തയ്യാറെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ജാതകം എന്നത് നമ്മുടെ DNA, ജീൻസ്, കർമ്മം എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണ്. എല്ലാം ചേർന്ന ഒരു നക്ഷത്ര രേഖയാണ് ഇതെന്ന് പറയാം. കഴിഞ്ഞ ജന്മവും പൂർവികരും ഒക്കെ നമ്മളെ ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ഇന്നിവിടെ ഒരു തെറ്റിദ്ധാരണയും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ മാത്രം ഫലങ്ങളല്ല, എന്നാൽ കഴിഞ്ഞ ജന്മത്തിലെ ഫലങ്ങളും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. പൂർവികർ ചെയ്തതും അനുഭവിച്ചതുമായ കർമ്മങ്ങളുടെ ഫലങ്ങളും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. 30 വയസ്സിന് ശേഷം നമ്മൾ തന്നെ ചെയ്യുന്ന കർമ്മഫലങ്ങളും ജീവിതാനുഭവങ്ങളിൽ വന്നു ചേരും. ഇത് നമ്മുടെ ഹസ്തരേഖയിൽ പോലും പ്രകടമായ മാറ്റങ്ങൾ വരുത്താം. നാം നമ്മുടെ പൂർവിക സ്വത്ത് അനുഭവിക്കുമ്പോൾ അവർ ചെയ്ത പ്രവർത്തികളുടെ ഫലവും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. സ്വത്ത് അനുഭവിച്ചില്ല എങ്കിൽ പോലും കർമ്മഫലം നമ്മളെ ഒഴിവാക്കില്ല. സ്വത്ത് കൈമാറാം, എന്നാൽ കർമ്മം നമ്മൾക്ക് കൈമാറാൻ സാധിക്കില്ല. കർമ്മം നമ്മളെ വിട്ടുപോകില്ല. ഇത്തരത്തിൽ നമ്മുടെ പൂർവികർ ചെയ്ത പ്രവർത്തനങ്ങളും നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളും ഒക്കെയാണ് നമ്മളുടെ ഈ ജന്മത്തിലെ അവസ്ഥകളെ പരിപാലിക്കുന്നത്. ഇതിനെല്ലാം ചേർത്തുള്ള ആകെ തുകയാണ് പിതൃദോഷം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ കർമ്മങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിതൃദോഷം എങ്ങനെ കുറയ്ക്കാം? പിതൃദോഷം കുറയ്ക്കാനുള്ള പൂജകൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നത് അനേകായിരം ജനങ്ങളുടെ പ്രാർത്ഥനയും അധ്വാനവും സങ്കല്പവും ഒക്കെ നിറഞ്ഞതാണ്. അതുകൊണ്ട് അതിന്റെ എല്ലാം ശക്തി അവിടുത്തെ അർച്ചനയിലും പൂജയിലും സമർപ്പണങ്ങളിലും നിറഞ്ഞു നിൽക്കും, ലഭിക്കും. ആ പൂജയുടെ സാന്നിധ്യത്തിൽ പ്രകടമാകും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലൊക്കെ പിതൃദോഷ പൂജകൾ നടത്തുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്തും. ആലുവ, തിരുവല്ലം, ഗോകർണം, തിരുനെല്ലി, തിരുമുല്ലാവാരം, വർക്കല എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ പിതൃദോഷ പരിഹാര പൂജകൾക്ക് പ്രസിദ്ധങ്ങളാണ്. ഇതിന്റെ പൂർണ്ണതയിൽ നാം എത്തണമെങ്കിൽ ജ്യോതിഷത്തെ തന്നെ പ്രായോഗികമായി സമീപിക്കണം. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായും സമീപിക്കേണ്ടിയിരിക്കുന്നു. അമ്പലങ്ങൾ എന്നുള്ളത് ആശ്രയ കേന്ദ്രങ്ങളാണ്. ദുഃഖങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം നൽകുന്ന പുണ്യസ്ഥലങ്ങൾ. നമ്മുടെ വരും തലമുറ നന്നാകണമെങ്കിൽ നാം കഴിയുന്നത്ര പുണ്യപ്രവർത്തികൾ ചെയ്യണം. കാരണം
നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ മാത്രമല്ല കൊയ്യുന്നത്, വരും തലമുറയും അനുഭവിക്കും എന്നർത്ഥം. പിതൃദോഷം എന്നത് ഒരു ഭീഷണിയല്ല, ഒരു ശിക്ഷയല്ല, അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പൂർവികരെ സ്മരിക്കാനും അവരിലൂടെ വന്ന കർമ്മഫലങ്ങളെ ശുദ്ധീകരിക്കാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് പിതൃകർമ്മങ്ങൾ. ആ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നും എന്നും തുറന്നു കിടക്കുകയാണ്. ആ അവസരങ്ങളെ വിശ്വാസത്തോടുകൂടി പ്രാവർത്തികമാക്കുക, പൂർവികരുടെയും കർമ്മദോഷങ്ങളെ, ദുരിതങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുക. അത്തരത്തിൽ പൂജാതി കർമ്മങ്ങളോടൊപ്പം തന്നെ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒരു പൂർവികമായിട്ടും വർത്തമാനകാലത്തിലെയും ഒക്കെ സംശുദ്ധീകരണം നടത്തുക. ഇന്നത്തെ ഋഷിപ്രോക്തത്തിലെ ആത്മീയ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. പൂർവികരുടെ കരുണയും ദൈവത്തിന്റെ അനുഗ്രഹവും ഒരുപോലെ നിങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ ഭഗവത് പാദങ്ങൾ തന്നെ ശരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.